ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാറ്റ് ഡെമി. നമ്മൾ ഇന്ന് NIOS എക്സാമിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ലൈവ് ക്ലാസ്സിലാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സാമുമായി ബന്ധപ്പെട്ട് ഓരോ വിഷയത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട എന്നാൽ എക്സാം പാസ്സാകാൻ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സ് ആണ്. നമ്മുടെ NIOS സെക്കൻഡറി മാത്തമാറ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ NIOS മാത്സിൽ നമ്മൾ മാത്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില ചാപ്റ്ററുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യമായിട്ട് ചാപ്റ്ററിലോട്ട് പോകാം. നമുക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്പെഷ്യൽ പ്രൊഡക്ട്സ് ആൻഡ് ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില സ്പെഷ്യൽ ഐഡൻറ്റിറ്റീസ് ഉണ്ട്. ആ ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യും എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ചില സ്പെഷ്യൽ ഐഡൻറ്റിറ്റീസ് നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്, സ്ഥിരമായിട്ട് കേട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് A+B² എന്ന് പറയുന്ന സ്പെഷ്യൽ ഐഡൻറ്റിറ്റി, ഇത് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതാണ്, എന്താണ് ഇതിൻ്റെ എക്സ്പാൻഷൻ എന്നൊക്കെ. പക്ഷേ ഇതെങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ അതെങ്ങനെ ചെയ്യും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? നോക്കൂ, 2A + 3B² എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വളരെ സിമ്പിളായിട്ട് നോക്കൂ, 2A + 3B² ഇങ്ങനെ ഒരു ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടില്ല. ഇതുവരെ പഠിച്ചിട്ടില്ല. പക്ഷേ ഇത് സോൾവ് ചെയ്യാനുള്ള മറ്റൊരു ഐഡന്റിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതാണത്? A+B² എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് എയും ബിയും എന്ന് കണ്ടെത്താൻ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ള ആളുകൾക്ക് ശ്രദ്ധിക്കുക. ഇവിടെ എ എന്ന് പറയുന്നത് 2A ആണ്, ബി എന്ന് പറയുന്നത് 3B ആണ്. അപ്പൊ നോക്കൂ, A+B² എന്ന് പറയുന്ന അതേ ഫോർമാറ്റ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. A+B² എന്ന് പറയുന്ന അതേ ഫോർമാറ്റ്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എയുടെ സ്ഥാനത്ത് 2Aയും വന്നു, ബിയുടെ സ്ഥാനത്ത് 2Bയും വന്നു. 2B അല്ല 3Bയും വന്നു. അതാണ് ഇവിടുത്തെ വ്യത്യാസം. അങ്ങനെയെങ്കിൽ നമുക്കറിയാം A+B² എക്സ്പാൻഷൻ എന്താണ്? A² + 2AB + B² ആണ്. A² + 2AB + B² ആണ്. അപ്പൊ ഇത് ഫോർമാറ്റ് നമ്മൾ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യും എന്നതുപോലെ തന്നെയാണ് ഇതിനെയും സോൾവ് ചെയ്യും. നോക്കൂ, A+B² ആദ്യത്തെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് A² ആണ്. ഇവിടെ A എന്ന് പറയുന്നത് ഏതാണ്? 2A ആണ്. അപ്പൊ 2Aക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ സ്ക്വയർ എടുക്കുന്നു. A² പകരം ഇവിടെ 2A² എടുക്കുന്നു. അതുപോലെ തന്നെ 2 × A × B. അപ്പൊ 2 × A × B എന്നതിന് പകരം 2 × Aയുടെ പകരം ഇവിടെ 2A ആണ്, ഇൻറ്റു ബിയുടെ പകരം 3B ആണ്, 3B വരുന്നു. നോക്കൂ, 2 × 2A × 3B അത് തന്നെയല്ലേ ഇവിടെ വരുന്നത്? 2 × 2A × 3B എന്ന് പറയുന്നു. ഇനി നോക്കൂ, അടുത്ത എക്സ്പാൻഷൻ എന്താണ്? B² ആണ്. ഇവിടെ B എന്ന് പറയുന്നത് 3B ആണ്. അപ്പൊ 3Bയുടെ സ്ക്വയർ എടുക്കുന്നു. ഇങ്ങനെ സ്ക്വയർ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 2A² എന്ന് പറയുന്നത് എന്താണ്? 4A² ആണ്. കാരണം 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. അപ്പൊ 2A² എന്ന് പറഞ്ഞാൽ അത് 4A² ആണ്. അതുപോലെ തന്നെ ഇവിടെ 2 × 2A × 3B എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 × 2 4, 4 × 3 12 ആണ്. 12AB എന്നാണ് നമുക്ക് അതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. നോക്കൂ, നമ്മൾ എന്ത് ചെയ്തു? A+B² എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് ഇതിനെ മാറ്റി, അല്ലെങ്കിൽ ആ ഫോർമാറ്റിൽ കിടക്കുന്ന അതിനെ എക്സ്പാൻഡ് ചെയ്തു. അത്ര മാത്രമാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ B² എന്ന് പറയുന്നതിന് പകരം നമ്മൾക്ക് ഇവിടെ വന്ന് 3B² ആണ്. അപ്പൊ 3യുടെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. B² അതുപോലെ തന്നെ. അപ്പൊ 9B². അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2A + 3B² എന്നായിരുന്നു. 2A + 3B² അത് A+B² എന്ന് പറയുന്ന ഫോർമാറ്റിൽ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 4A² + 12AB + 9B² എന്ന് പറയുന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യണം? എയുടെ ആ സ്ഥാനത്ത് എന്താണോ ഉള്ളത് അത് അതുപോലെ കൊടുക്കുക, ബിയുടെ സ്ഥാനത്ത് കൊടുക്കുക, അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പൊ A+B² എന്ന് പറയുന്ന ഫോർമാറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഇത് മാത്രമല്ലല്ലോ നമുക്കുള്ളത്. ഏതൊക്കെയുണ്ട്? A-B ഉണ്ട്, അല്ലേ? അപ്പൊ A-Bയുടെയും സ്ക്വയർ നമുക്ക് കാണണമല്ലോ. അങ്ങനെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നോക്കൂ,
ഓക്കെ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഇവിടെ എയുടെ പകരം എന്താണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, എയുടെ പകരം എന്ത് വരുന്നു? എയുടെ പകരം എക്സ് വരുന്നു. അതുപോലെ തന്നെ ബിയുടെ പകരം 2y വരുന്നു. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എയുടെ സ്ഥാനത്ത് എന്ത്, ബിയുടെ സ്ഥാനത്ത് എന്ത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ എയുടെ സ്ഥാനത്ത് എക്സ് വരുന്നു, ബിയുടെ സ്ഥാനത്ത് 2y വരുന്നു. അപ്പൊ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് നമുക്കുള്ളത്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ വരുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന് പറയും. ഈ ഒരു വാല്യൂ മാത്രമാണ് നമുക്ക് മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉള്ളത്. അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ നോക്കൂ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ എന്ന് പറയുന്നത് എക്സ് ആണ്, ബി എന്ന് പറയുന്നത് 2y ആണ്. അപ്പൊ എക്സ് മൈനസ് 2y സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സിന്റെ സ്ക്വയർ എടുക്കണം. ഇതാ ഈ ഫസ്റ്റ് ടേം ഏതാണോ അതിന്റെ സ്ക്വയർ എടുക്കുന്നു. ബി എന്ന് പറയുന്നത് എന്താണ് 2y ആണ്, 2yയുടെ സ്ക്വയർ എടുക്കുന്നു. അതുപോലെ 2 ഇൻറ്റു എ ബി എന്ന് പറയുന്നു, മൈനസ് 2 ഇൻറ്റു എ ബി മൈനസ് 2. അതുപോലെ നമ്മൾ ചെയ്തു. എ എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്തു? എക്സ് കൊടുത്തു. ബി എന്ന് പറയുന്നതിന് പകരം 2y അതും നൽകി. അങ്ങനെ വരുമ്പോൾ എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അതുപോലെ തന്നെ 2y സ്ക്വയർ വരുമ്പോൾ എത്ര വരുന്നു? 2ന്റെ സ്ക്വയർ 4 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്. അതുകൊണ്ട് 4y സ്ക്വയർ വന്നു. പിന്നെയുള്ളത് 2y ആണ്. 2 ഇൻറ്റു എക്സ് 2x ആണ്, ഇൻറ്റു 2y എന്ന് പറയുമ്പോൾ 4xy എന്നാണ്, 4xy എന്നാണ്. അപ്പോൾ എക്സ് മൈനസ് 2y ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ മൈനസ് 4xy പ്ലസ് 4y സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുലയാണ്. ഇങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇതിന് ഒരു MCQ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതിൽ ഏതാണ് എന്ന് കണ്ടെത്തുകയാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നോക്കൂ, ആ ക്വസ്റ്റ്യൻ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എന്താണ്? ഇതിന് ഈക്വൽ ആയിട്ട് ഇതിലേതോ ഒരു ആൻസർ ആണ് ഇതിന് ഈക്വൽ ആയിട്ട് വരുന്നത്. അത് ഏതാണ് എന്ന് കണ്ടെത്തും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ. നമ്മൾ തൊട്ടു മുന്നേ പഠിച്ച രണ്ട് സ്പെഷ്യൽ ഐഡന്റിറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണത്? എ പ്ലസ് ബി ഹോൾ സ്ക്വയറും അതുപോലെ തന്നെ എ മൈനസ് ബി ഹോൾ സ്ക്വയറും. അത് രണ്ടും ഇവിടെ അപ്ലൈ ചെയ്തൂടെ? ചെയ്യാലോ. നമുക്കൊന്ന് ചെയ്തു നോക്കാം എങ്ങനെയാണ് ഇത് വരുന്നത് എന്ന് പറയാം. നോക്കൂ, ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് എങ്ങനെ അത് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസുകൾ ഏതൊക്കെയാണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ എ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കൺസിഡർ ചെയ്യാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എ, ഇവിടുത്തെ ബി എന്ന് പറയുന്നത് ബി സ്ക്വയർ ആണ്. അപ്പൊ നമ്മുടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമാറ്റ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് നമുക്ക് വരുന്നത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നാണ്. അപ്പൊ എ സ്ക്വയർ പ്ലസ് 2b സ്ക്വയർ പ്ലസ് 2ab എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എ സ്ക്വയർ എന്ന് പറയുന്നത്, അതായത് എ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. അപ്പൊ ആ എ സ്ക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എ സ്ക്വയറിന്റെ സ്ക്വയർ എടുക്കുക എന്നാണ്, ഇതിന്റെ സ്ക്വയർ എടുക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത് നോക്കും. അതുപോലെ തന്നെ ഇവിടെ ബി എന്ന് പറയുന്നത് ബി സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബി സ്ക്വയർ എന്ന് പറയുന്നത് ബി സ്ക്വയറിന്റെ സ്ക്വയർ എടുക്കുക എന്നാണ്. അങ്ങനെ നമുക്ക് b⁴ ആണ് ലഭിക്കുന്നത്, അല്ലെ? ഇതുപോലെ തന്നെ 2ab എന്നാണ്. 2 ഇൻറ്റു എ ഇൻറ്റു ബി, 2 ഇൻറ്റു എ ഏതാണ്? ഇവിടുത്തെ എ സ്ക്വയർ ആണ്, 2 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു ബി ഏതാണ്? ബി സ്ക്വയർ ആണ്. അപ്പൊ 2 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ എന്ന് കിട്ടും. നമുക്ക് ഇത് തൽക്കാലം അതുപോലെ തന്നെ എഴുതാം, അതിൽ മാറ്റമൊന്നും ഇല്ലാതെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. എ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ a⁴ വരുന്നു, 2 ഇൻറ്റു 2 4 ആണ്. ഓക്കെ, ബി സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ b⁴ കിട്ടുന്നു. ഇതിലും മാറ്റമൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാം. ഇനി ഇവിടെ നോക്കൂ, ഇത് അതുപോലെ തന്നെ നമ്മൾ എഴുതി, കാരണം ഇതിന് മാറ്റമൊന്നും വരുന്നില്ല, അല്ലേ?
അതുപോലെ തന്നെ ഇനി ഇതും അതുപോലെ നമ്മൾ ഇവിടെ മാറ്റമില്ല. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തു, നമ്മൾ കൃത്യമായിട്ട് അത് എഴുതി എന്ന്. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എഴുതി, 2a സ്ക്വയർ ബി സ്ക്വയറും എഴുതി. ഇനി ഇത് ഫോർമുല ചെയ്താൽ, അതായത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് ഇവിടെ വരുന്നത് അല്ലെ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്നാണ്. അപ്പൊ ഇവിടുത്തെ എ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്, അതിന്റെ സ്ക്വയർ എടുത്താൽ a⁴ കിട്ടും, നേരത്തെ ചെയ്തതുപോലെ തന്നെ b⁴ കിട്ടും. അതുപോലെ തന്നെ മൈനസ് 2ab എന്നാണ്, മൈനസ് ഓഫ് 2 ഇൻറ്റു എ സ്ക്വയർ ബി സ്ക്വയർ ആണ് കിട്ടും. ഇനിയാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. ഏതാണത് നോക്കൂ, ഇവിടെ പ്ലസ് 2a സ്ക്വയർ ബി സ്ക്വയർ കണ്ടു, 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഇവിടെ പോസിറ്റീവ് സൈനാണ്. ഇവിടെ നോക്കൂ മൈനസ് 2a സ്ക്വയർ ബി സ്ക്വയർ. അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് സൈനും വന്നു, ഇവിടെ നെഗറ്റീവ് സൈനും വന്നു. പോസിറ്റീവും നെഗറ്റീവും വന്നാൽ നമുക്ക് അതിനെ ഒഴിവാക്കാമല്ലോ. നമ്മൾ എന്ത് ചെയ്തു, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഒഴിവാക്കി. അത്രയാണ് ഞാൻ ഇവിടെ ചെയ്തത്. അങ്ങനെ എനിക്ക് ബാക്കി കിട്ടുന്നതാണ്, ഇവിടെ ഒരു a⁴ b⁴ കിട്ടും, ഇവിടെ ഒരു a⁴ b⁴ കിട്ടും. അങ്ങനെയാകുമ്പോൾ എനിക്ക് കിട്ടുന്നത് a⁴ പ്ലസ് b⁴ എന്നുള്ളത് 2 തവണ കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നു, 2 ഇൻറ്റു a⁴ പ്ലസ് b⁴ എന്നാണ് ആൻസർ കിട്ടും. 2 ഇൻറ്റു a⁴ പ്ലസ് b⁴ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു, a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറയും. ഇവിടെയും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ഐഡന്റിറ്റീസ് ആയിരുന്ന a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ a പ്ലസ് ബി ഹോൾ സ്ക്വയറും അതുപോലെ തന്നെ a മൈനസ് ബി ഹോൾ സ്ക്വയർ. ഈ 2 ഫോർമുല ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഈ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലം മാത്രം സോൾവ് ചെയ്താൽ മതിയോ? പോരാ, നമുക്ക് എന്ത് ചെയ്യണം, ചില ന്യൂമറിക്കൽ പ്രോബ്ലംസ് കൂടി സോൾവ് ചെയ്യണം. ഏതൊക്കെയാണ് ന്യൂമറിക്കൽ പ്രോബ്ലം? നോക്കൂ, ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് ഞാൻ ഇവിടെ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എന്താണ്, 327 ഇൻറ്റു 327 മൈനസ് 323 ഇൻറ്റു 323 ഓൾ ഡിവൈഡഡ് ബൈ 327 പ്ലസ് 323 എന്ന് പറയും. ഇങ്ങനെ നോക്കുമ്പോൾ ഇത് വലിയൊരു പ്രോബ്ലം ആണ് അല്ലേ? എങ്ങനെ ഇത് ചെയ്ത് തീർക്കും? വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നോക്കൂ, 327 ഇൻറ്റു 327 എന്നാണ് പറഞ്ഞത്. ഇവിടെ 327 ഇൻറ്റു 327 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 327 സ്ക്വയർ അല്ലേ? അതുപോലെ ഇവിടെ നോക്കൂ, 323 ഇൻറ്റു 323 അല്ലേ? എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? 323 ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ 2 സ്ക്വയർ കിട്ടിയല്ലോ അല്ലേ? എനിക്കിവിടെ എന്താണ് ലഭിക്കുന്നത്? 327 ഇൻറ്റു 327 അല്ലേ? ഞാനത് എഴുതുന്നു, 327 ഹോൾ സ്ക്വയർ മൈനസ് 327 ഹോൾ സ്ക്വയർ മൈനസ് 323 ഹോൾ സ്ക്വയർ. നോക്കൂ, 327 ഇൻറ്റു 327 എന്ന് പറഞ്ഞാൽ 327 ഹോൾ സ്ക്വയർ, 323 ഇൻറ്റു 323 എന്ന് പറഞ്ഞാൽ 323 ഹോൾ സ്ക്വയർ അല്ലേ? ഓൾ ഡിവൈഡഡ് ബൈ 327 പ്ലസ് 323 ഇങ്ങനെയാണുള്ളത്. ഇനി വളരെ ശ്രദ്ധിച്ച് നോക്കുക. ഇനി എന്താണ് നമ്മൾ ചെയ്യുക? നോക്കൂ, 327 സ്ക്വയർ മൈനസ് 323 ഹോൾ സ്ക്വയർ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡന്റിറ്റി അല്ല, മറ്റൊരു ഐഡന്റിറ്റിയാണ്, a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതാണ് ഇതാ ഇവിടെയുള്ളത്, a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. a സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം അല്ലേ? ഇത് സോൾവ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. നമുക്ക് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ കിട്ടിയത് അല്ലേ? 327 ഹോൾ സ്ക്വയർ മൈനസ് 323 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 327 പ്ലസ് 323 അല്ലേ? അപ്പൊ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, a പ്ലസ് ബി, ഇവിടെ ആരാണ്? a 327 ആണ്.
327 plus 323 minus, into 327 minus 323. അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അത് എവിടെയാണ് നമുക്ക് കിട്ടുന്നത്? ഇതാ ഇവിടെ നോക്കൂ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറുടെ അതിൻ്റെ എക്സ്പാൻഷൻ ആണ്. ഓൾ ഡിവൈഡഡ് ബൈ ഞാൻ എന്ത് ചെയ്യുന്നു, താഴെയുള്ള 327 പ്ലസ് 323 കിട്ടും. ഇനി നോക്കൂ, ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ? നോക്കൂ, 327 പ്ലസ് 323 ഇവിടെ കാണുന്നുണ്ട്, അത് തന്നെ ഇവിടെയും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ക്യാൻസൽ ചെയ്തൂടെ? അതിനെ ക്യാൻസൽ ചെയ്യാൻ ഇതിനെ രണ്ടിനെയും ഞാൻ ക്യാൻസൽ ചെയ്തു. ഇത് രണ്ടിനെയും, കാരണം മുകളിലും താഴെയും ഒരേ വാല്യൂ ആണ് വരുന്നത് അല്ലേ? അങ്ങനെ വരുമ്പോൾ ഇതിനെ ക്യാൻസൽ ചെയ്തു. ഇതിനെ ക്യാൻസൽ ചെയ്താൽ ആകെ ബാക്കിയുള്ളത് എന്താണ്? ഇവിടെ ബാക്കിയുള്ളത് 327 മൈനസ് 323 ആണ്. 327 നിന്നും 323 കുറച്ചാൽ നമുക്ക് ആകെ കിട്ടുന്നത് 4 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? ആൻസർ ഈസ് ഈക്വൽ ടു 4. ആൻസർ ഈസ് ഈക്വൽ ടു 4. നോക്കൂ, ഇത്രയേ ഉള്ളൂ നമുക്കിത് ചെയ്യാൻ. ഇങ്ങനെ ഒരു പ്രോബ്ലം കാണുമ്പോൾ വലിയൊരു പ്രോബ്ലം ആയിട്ട് തോന്നും. പക്ഷെ എന്ത് സംഭവിക്കുന്നു? നമ്മൾ സ്പെഷ്യൽ ഐഡന്റിറ്റീസ് യൂസ് ചെയ്യുന്നു. സ്പെഷ്യൽ ഐഡന്റിറ്റീസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 4 കിട്ടുന്നു. നമ്മളിവിടെ ഏതെങ്കിലും മൾട്ടിപ്പിൾ ചെയ്തോ? ഇല്ല. എന്ത് ചെയ്തു? അതിന് അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. അല്ലാതെ നമ്മൾ ഇവിടെ 327 ഇൻറ്റു 327 ചെയ്യാൻ പോയാൽ ഇന്ന് കഴിയില്ല, ഒരുപാട് എടുക്കും, സമയമെടുക്കും. നമ്മൾ അതില്ലാതെ എന്ത് ചെയ്തു? ഇത് പൂർത്തിയാക്കി എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 4 കിട്ടി. അങ്ങനെ നമുക്ക് ഇത് എന്ത് ചെയ്യുന്നു, അടുത്തൊരു പ്രോബ്ലത്തിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പോകാനുള്ളത്. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ചെയ്തതുപോലെ തന്നെയുള്ളൊരു പ്രോബ്ലമാണ്. ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ? എക്സ് വരുന്ന ഒരു പ്രോബ്ലമാണ്. എക്സ് വരുന്ന ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യും എന്നാണ് നമുക്ക് നോക്കാം. a-7 ഇൻറ്റു എ പ്ലസ് 15 എന്നാണ്. ഇപ്പൊ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഏതാണ് എന്നാണ് ആദ്യം നോക്കേണ്ടത്. രണ്ടിലും കോമൺ ആയിട്ടുള്ള ഏതാണ്? നമുക്ക് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എ എന്ന് പറയുന്ന വാല്യൂ ആണ്. രണ്ടിലും കോമൺ ആണ് അല്ലേ? അപ്പൊ ഈ പറയുന്ന കോമൺ ആയിട്ടുള്ളത് എ ആണ്. അതിൽ ഒന്ന് മൈനസ് ചെയ്യുന്നു, ഒന്ന് ആഡ് ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അവിടെ നമുക്ക് ഓർമ്മ വരേണ്ട മറ്റൊരു സ്പെഷ്യൽ ഐഡന്റിറ്റീസ് ആണ് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ബി മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ ബി എന്ന് പറയുന്ന സ്പെഷ്യൽ ഐഡന്റിറ്റി. ഈ ഐഡന്റിറ്റി അറിയാമെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, അത് ആഡ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സ്പെഷ്യൽ ഐഡന്റിറ്റിയിൽ എക്സ് എന്ന് പറയുന്നതിന് ഇവിടെ എന്താണ്, എ ആണ് ഈക്വൽ ആയിട്ടുള്ളത് അല്ലേ? കാരണം a-7 പ്ലസ് ഇൻറ്റു എ പ്ലസ് 15 എന്നാണ്. ഇവിടെ നമ്മൾ സ്പെഷ്യൽ ഐഡന്റിറ്റി എന്താണ്, എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് പറയുന്നതാണ് അല്ലേ? അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, എ എന്ന് കൊടുക്കുന്നു. എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നു? എയുടെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ ഉള്ളത് 7 ആണ്. ബിയുടെ സ്ഥാനത്ത് എന്ത് ഉള്ളൂ? 15 ആണ്. ഇത് ഓർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഇത് ഈസി ആയിട്ട് ചെയ്യുന്നു. എക്സ് സ്ക്വയർ, ഇതാണ് അതിന്റെ എക്സ്പാൻഷൻ തുടങ്ങുന്നത്. എക്സ് സ്ക്വയർ, എക്സിന്റെ പകരം നമുക്കുള്ള എ ആണ്. അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരുന്നു? എ സ്ക്വയർ വരുന്നു അല്ലേ? ഇനി അടുത്ത നോക്കൂ, ബി മൈനസ് എ. ബി എത്രയാണ്? 15 ആണ്. എ എത്രയാണ്? എ ആണ്. അപ്പൊ 15 മൈനസ് എ ഇൻറ്റു എക്സ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ആരാണുള്ളത്? എ ആണുള്ളത്. അപ്പൊ ഇൻറ്റു എ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. അങ്ങനെ ആവുമ്പോൾ നോക്കൂ, എ സ്ക്വയർ പ്ലസ് 15 മൈനസ് 7 ഇൻറ്റു എ. ഇത് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി അടുത്തത് കൂടിയുണ്ട്, മൈനസ് എ ബി എന്ന് വെച്ചാൽ മൈനസ് എ ഇൻറ്റു ബി. ഇവിടെ എ 7 ആണ്, ബി എത്രയാണ്? 15 ആണ്. അപ്പൊ നോക്കൂ, മൈനസ് എ ബി 15 ഇൻറ്റു എ, ഇതാണ് വരുന്നത്. അങ്ങനെ നോക്കൂ, എ സ്ക്വയർ അതുപോലെ തന്നെയുണ്ട്. 15 മൈനസ് 7 എന്ന് പറയുമ്പോൾ 8 ആണ്. 8 ഇൻറ്റു എ, 8a ഇൻറ്റു മൈനസ് 15 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ 105 ആണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എത്ര വരുന്നു? എ സ്ക്വയർ പ്ലസ് 8a മൈനസ് 105 അല്ല, 105 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനൊരു പ്രോബ്ലം തന്നാൽ
നമ്മൾ പഠിച്ചിട്ടുള്ള സ്പെഷ്യൽ ഐഡന്റിറ്റീസ് ഏതൊക്കെയാണ് അതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ സ്പെഷ്യൽ ഐഡന്റിറ്റീസ് യൂസ് ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ആൻസർ കണ്ടെത്താവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ഐഡന്റിറ്റീസ് ഉപയോഗിച്ചുള്ള മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലത്തിലേക്ക് പോയാലോ? നോക്കൂ, മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. 103 × 103 എങ്ങനെ ഇത് ചെയ്യും എന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. 103 × 103 നമുക്ക് സാധാരണ അറിയാവുന്ന 103 × 103 നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത്. പക്ഷെ സ്പെഷ്യൽ ഐഡന്റിറ്റി ഉപയോഗിച്ച് നമുക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് അവിടെയാണ് നമ്മൾ നോക്കുന്നത്. നോർമലി ഇത് 103 സ്ക്വയർ ആയിട്ട് നമുക്ക് ചെയ്യാം. 103ന്റെ സ്ക്വയർ എടുക്കണം, അതും റിസ്ക് പരിപാടിയാണ് അല്ലേ? പക്ഷെ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താലോ? അതെങ്ങനെയാണ് എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നോക്കൂ, 103 × 103 നോർമലി 103 സ്ക്വയർ ആണ്. പക്ഷെ ഈ 103 എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കേസാണ്. 103 എന്ന് പറയുന്നത് 100 + 3 അല്ലേ? ആണല്ലോ. നമുക്ക് ഈ 100ന്റെയും 3ന്റെയും സ്ക്വയർ അറിയാവുന്നതാണ്. അപ്പൊ 100 + 3 ആണ് അല്ലേ? അപ്പൊ 103 × 103 എന്ന് പറയുന്നത് എന്തായിരിക്കും യഥാർത്ഥത്തിൽ വരുന്നത്? നോക്കൂ, 103 × 103 എന്ന് പറയുന്നത് 103നെ നമ്മൾ 100 + 3 ആക്കി, ഇവിടെയും 100 + 3 ആക്കി. അപ്പൊ 100 + 3 ഹോൾ സ്ക്വയർ അല്ലേ? 100 + 3 ഹോൾ സ്ക്വയർ അല്ലേ? ഈ 100 + 3 ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന സംഖ്യ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമുക്ക് വേണമെങ്കിൽ 103 ഹോൾ സ്ക്വയർ, ഇത് യഥാർത്ഥത്തിൽ എന്താണ്? a + b ഹോൾ സ്ക്വയർ. യെസ്, നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ വരുന്നു. a + b ഹോൾ സ്ക്വയർ. ഈ a + b ഹോൾ സ്ക്വയർ ഉപയോഗിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണേ, a + b ഹോൾ സ്ക്വയറിലേക്ക് നമ്മൾ എങ്ങനെ എത്തി? അത് നമ്മൾ 103നെ 100 + 3 ആക്കി. അങ്ങനെ ആകുമ്പോൾ 100 + 3 × 100 + 3 103ന്റെ സ്ക്വയർ ആണ് അല്ലേ? 100 + 3ന്റെ സ്ക്വയർ ആണ്, 100 + 3 ഹോൾ സ്ക്വയർ ആണ്. അത് നമ്മൾ a + b ഹോൾ സ്ക്വയർ ഫോമിലാക്കി. a + b ഹോൾ സ്ക്വയർ ഫോം നമുക്ക് അറിയാം, a² + b² + 2ab എന്നുള്ളത്. അപ്പൊ ഇവിടെ a ആയിട്ട് വരുന്നത് 100 ആണ്, b ആയിട്ട് വരുന്നത് 3 ആണ്. അത് ഓർമ്മയിൽ വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ a + b ഹോൾ സ്ക്വയർ = a² എന്ന് പറയുമ്പോൾ 100ന്റെ സ്ക്വയർ പ്ലസ് b² എന്ന് പറയുന്നത് 3ന്റെ സ്ക്വയർ പ്ലസ് 2ab 2 × a × b 2 × a 100 ആണ് ഇൻറ്റു 3 എന്ന് പറയുന്നത് ഇവിടെ b ആണ് അല്ലേ? 2 × 100 × 3 ഇങ്ങനെയും നമുക്ക് കിട്ടും. നോക്കൂ, 100ന്റെ സ്ക്വയർ നമുക്ക് അറിയാവുന്ന ഒരു സാധനം 10,000 10,000 ആണ് 100ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ അത് എഴുതി, 10,000 ആണ് 100ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞ് 10,000 ആണ്, നമുക്കത് അറിയാം അല്ലേ? ഇനി ഈ പറയുന്ന 3² എന്ന് പറയുന്നത് 9 ആണ് എന്ന് നമുക്കറിയാം, അതും ഓക്കെ. ഇനി നോക്കൂ, 2 × 100 എന്ന് പറഞ്ഞാൽ 200 ആണ്. 200 × 3 എന്ന് പറയുമ്പോൾ അത് 600 ആയിട്ട് മാറി. അപ്പൊ നമുക്കിപ്പോ ഏതൊക്കെ ആഡ് ചെയ്യാനുണ്ട്? 10,000 + 600 + 9. വളരെ ഈസി, 10,609 ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഈ 103നെ 100 + 3 ആക്കി സ്പ്ലിറ്റ് ചെയ്തു അല്ലെ? 100 + 3 ആക്കി സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെയും അതുപോലെ തന്നെ. അപ്പൊ 2 100 + 3 തമ്മിൽ ഗുണിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? 100 + 3 ഹോൾ സ്ക്വയർ പറയുന്നു. അത് a + b ഹോൾ സ്ക്വയർ ആണ്. ഈ ഫോർമാറ്റിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പ്രോബ്ലം കൂടി ചെയ്താലോ? ആ പ്രോബ്ലം ഏതാണ്? ചെറിയൊരു മാറ്റം വരും. ചെറിയൊരു മാറ്റം എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ 103 ആയിരുന്നു, അത് a + b ഹോൾ സ്ക്വയർ ആയിട്ട് മാറ്റും. അങ്ങനെയാണെങ്കിൽ ഈ 98നെ നമ്മൾ എങ്ങനെ മാറ്റും? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. 98നെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യുന്നു? ഈ 98 എന്ന് പറയുന്നത് അല്ലെ, 98 എന്ന് പറയുന്നത് 100 - 2 അല്ലേ? നേരത്തെ നമ്മൾ 103നെ 100 + 3 ആക്കി, അപ്പൊ 98നെ 100 - 2 ആക്കി. അപ്പൊ 98 × 98 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? 100 - 2 × 100 - 2 അല്ലേ? 100 - 2. അതിന് നമ്മൾ എന്ത് ചെയ്തു? 100 - 2 × 100 - 2 വളരെ ഈസി ആയിട്ട് 100 - 2 ഹോൾ സ്ക്വയർ അതും ചെയ്തു. ഇനിയാണ് ശ്രദ്ധിക്കുന്നത് 100 - 2 ഹോൾ സ്ക്വയർ. ഈ 100 - 2 ഹോൾ സ്ക്വയർ അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ a - b ഹോൾ സ്ക്വയർ
ഇവിടെ എ എന്താണ് 100 ബി എന്താണ് 2 ആണ് അല്ലേ? എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്നാണ്. ആ ഫോർമുല യൂസ് ചെയ്യുകയാണെങ്കിൽ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100ന്റെ സ്ക്വയർ അറിയാം അല്ലെ? ബി സ്ക്വയർ ബി എന്ന് പറഞ്ഞാൽ 2 ആണ്, 2ന്റെ സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു എ ഇൻറ്റു ബി. എ 100 ബി 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 100 ഇൻറ്റു 2 2 ഇൻറ്റു 100 എന്ന് പറയുന്നത് 200 ആണ്. 200 ഇൻറ്റു 2 എന്ന് പറയുന്നത് 400 ആണ്. ഓക്കെ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മൈനസ് സൈൻ ആണ്, കാരണം ഇവിടെ എ മൈനസ് ബി ആണ്. അത് ശ്രദ്ധിച്ചാൽ ബാക്കി ഈസിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഏതാണ് 10,000 അല്ലേ? 10,000 ആണ് 100ന്റെ സ്ക്വയർ. ഈ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 ആണ് അല്ലേ? ഇനി മൈനസ് 2 ഇൻറ്റു 100 ഇൻറ്റു 2 എന്ന് പറയുന്നത്. അപ്പോൾ 2 ഇൻറ്റു 2 100 ആണ്, 100 ഇൻറ്റു 2 400 ആണ് അല്ലേ? അങ്ങനെ ആവുമ്പോൾ ഈ 10,000 പ്ലസ് 4 എന്ന് പറയുന്നത് എത്രയാണ്? 10,004 ആണ് അല്ലേ? മൈനസ് 400 ആണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 9,604 ആണ്. 9,604 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ലീനിയർ ഇക്വേഷൻസിനെ കുറിച്ചാണ്. ലീനിയർ ഇക്വേഷൻസ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസിൽ പ്രധാനമായിട്ടും ഉള്ളത് എന്ന് പറഞ്ഞാൽ ചില ഇക്വേഷൻസ് നമുക്ക് തരും. ചില ഇക്വേഷൻസ് തന്നിട്ട് ഇത് ലീനിയർ ഇക്വേഷൻ ആണോ, അല്ലെങ്കിൽ ഇത് ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആണോ 2 വേരിയബിൾ ആണോ എന്ന് ചോദിക്കും. അപ്പൊ ആദ്യം നമുക്ക് അത് മനസ്സിലാക്കണം. ഒരു ലീനിയർ ഇക്വേഷൻ തന്നാൽ അത് 1 വേരിയബിൾ ആണോ 2 വേരിയബിൾ ആണോ എന്ന് മനസ്സിലാക്കണം, വേണ്ടേ? അപ്പൊ നമുക്ക് ചില പ്രോബ്ലംസ് ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെ തന്ന പ്രോബ്ലംസിൽ നമ്മൾ നോക്കേണ്ടത് ഇത് 1 വേരിയബിൾ ആണോ 2 വേരിയബിൾ ആണോ എന്നാണ്. അപ്പോൾ 1 വേരിയബിൾ ആണെങ്കിൽ ഇത് എന്ത് ചെയ്യും എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, എങ്ങനെ ഇത് മനസ്സിലാക്കാം നോക്കൂ. ഇവിടെ തന്നിട്ടുള്ളത് 2x + 5 = 8 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് വേരിയബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് x, y, z എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? വേരിയബിൾസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ആകെ നമുക്ക് x എന്ന് പറയുന്ന ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ അല്ലേ? ഇതിന്റെ ഡിഗ്രി 1 ആയിട്ടും നമുക്ക് അറിയാം അല്ലേ? അതുപോലെ ഇവിടെ നോക്കൂ, 3y - z = y + 5. ഇവിടെ y-ഉം z-ഉം നമുക്ക് കാണാം അല്ലേ? ഇനി ഇവിടെ നോക്കൂ, x² - 2x = x + 3. x മാത്രമേ ഉള്ളൂ, പക്ഷേ ഡിഗ്രി എന്താണ്? മാറ്റം. ഇവിടെ നോക്കൂ, 3x - 7 = 2x + 3. x മാത്രമേ ഉള്ളൂ. 2 + 4 = 5 + 1. ഇതും ഒരു നമ്മുടെ ലീനിയർ ഇക്വേഷൻ ആണോ എന്ന് നോക്കണം. നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. ഒന്നാമത്തെ എന്താണ്? ഇസ് എ ലീനിയർ ഇക്വേഷൻ ഇൻ x as the exponent of x = 1 എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് എന്ന് നോക്കാം. 2x അല്ലേ നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ? 2x + 5 = 8. ഇതൊരു 1 വേരിയബിളിലുള്ള ഒരു ലീനിയർ ഇക്വേഷൻ ആണ്, കാരണം x മാത്രമേ ഉള്ളൂ, അതിന്റെ ഡിഗ്രി 1 ആണ് അല്ലേ? ഇനി നോക്കൂ, 3y - z = y + 5. ഇത് 1 വേരിയബിളിലുള്ള ഒരു ഇക്വേഷൻ അല്ല, അതായത് 1 വേരിയബിളിലുള്ള ലീനിയർ ഇക്വേഷൻ അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നോക്കൂ. 3y - z, y-യും വന്നു z-ഉം വന്നു. y-യും z-ഉം വന്നാൽ ഇവിടെ എന്ത് സംഭവിക്കില്ല? അത് 1 വേരിയബിൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത് 1 വേരിയബിളിലുള്ള ഒരു ലീനിയർ ഇക്വേഷൻ അല്ല. ഇനി മൂന്നാമത്തെ നോക്കൂ, ഇറ്റ് ഈസ് നോട്ട് എ ലീനിയർ ഇക്വേഷൻ ആസ് ദ ഹയസ്റ്റ് എക്സ്പോണന്റ് ഓഫ് x = 2. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെയൊക്കെ എക്സിന്റെ എക്സ്പോണന്റ് എത്രയാണ്? 1 ആണ്. അതായത് നമുക്ക് ഇവിടെ എക്സിന് മുകളിൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത് അതിന്റെ എക്സ്പോണന്റ് എത്രയാണ്? 1 എന്നാണ്. ഓക്കെ, പക്ഷെ ഇവിടെ x² എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ എക്സ്പോണന്റ് എത്രയാണ്? 2 ആണ്. അപ്പൊ ഈ പറയുന്ന എക്സിന്റെ എക്സ്പോണന്റ് ഏത് ടേം, എക്സോ വൈയോ സെറ്റോ ഏതുമാകട്ടെ, അതിന്റെ എക്സ്പോണന്റ് 2 ആണെങ്കിൽ അതൊരു ലീനിയർ ഇക്വേഷൻ അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത നോക്കൂ, 3 + 7 ഇതെന്താണ്? ഇറ്റ് ഈസ് എ ലീനിയർ ഇക്വേഷൻ ഈസ് എക്സ്പോണന്റ് ഓഫ് x = ഇവിടെ എന്താണ്? എക്സിന് എക്സ്പോണന്റ് 1 ആണ്. എക്സ് എന്ന് പറയുന്ന ഒരു ടേം, ഒരു വേരിയബിൾ മാത്രമേ അതിലുള്ളൂ. അതുകൊണ്ട് അത് 1 വേരിയബിളിലുള്ള ഒരു ഇക്വേഷൻ ആണ്, ഒരു ലീനിയർ ഇക്വേഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത നോക്കൂ, 2 + 4 = 5 + 5 എന്ന്. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണോ? അല്ല. എന്തുകൊണ്ടാണ്?
ഇതിൽ ഒരു വേരിയബിളും ഇല്ല എന്നാണ്. ഒരു വേരിയബിളും ഇല്ല. എന്തുകൊണ്ട്? എക്സ് ഇല്ല, അല്ലെങ്കിൽ വൈ ഇല്ല, സെഡ് ഇല്ല. ഒരു വേരിയബിളും ഇല്ലാത്ത ഒന്നിനെ നമുക്ക് ഇക്വേഷൻ എന്ന് വിളിക്കുന്നു, പക്ഷെ ലീനിയർ ഇക്വേഷൻ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കില്ല. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഇത് ലീനിയർ ഇക്വേഷൻ അല്ല, വൺ വേരിയബിളുള്ള ലീനിയർ ഇക്വേഷൻ അല്ല. ഇതും വൺ വേരിയബിളുള്ള ലീനിയർ ഇക്വേഷൻ അല്ല. കാരണം എന്താണ്? ഇതിനെ ലീനിയർ ഇക്വേഷൻ എന്ന് പറയില്ല. കാരണം എന്താണ്? എക്സ് സ്ക്വയർ ആണ്, എക്സ്പോണന്റ് 1 ആണ്. ഇതിനെ വൺ വേരിയബിളുള്ള ലീനിയർ ഇക്വേഷൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം വേരിയബിൾസ് വ്യത്യാസമുണ്ട്, 2 എണ്ണം ഉണ്ട് എന്നതുകൊണ്ട്. ഇനി അടുത്തതൊന്ന് നോക്കൂ, നമുക്ക് ഇതൊന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾസ്? 2 വേരിയബിളുള്ള ഇക്വേഷൻ ഏതാണ്? നേരത്തെ ചെയ്ത ആ ഒരു റൂള് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. നോക്കൂ, 2x plus z is equal to 5. 2x plus z is equal to 5. അപ്പോൾ എക്സും ഉണ്ട് സെഡും ഉണ്ട്, 2 വേരിയബിൾ ഉണ്ട് അല്ലേ? നമ്മളോട് ചോദിച്ചത് എന്താണ്? 2 വേരിയബിൾസ് ഉള്ള. നോക്കാം, നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. 3y - 2 is equal to x plus 3. ഇവിടെയും എന്തുണ്ട്? 2 വേരിയബിൾസ് നമുക്ക് കാണാനുണ്ട്. അതുപോലെ തന്നെ വൈൻ്റെയും എക്സിൻ്റെ എക്സ്പോണൻറ്റും 1 തന്നെയാണ്. ഇത് നോക്കൂ, 3t plus 6 is equal to t minus 1. അവിടെയും നമുക്ക് ഒരു വേരിയബിൾസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇറ്റ് ഈസ് എ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ എസ് എക്സ് ആൻഡ് സെഡ്. അതായത് ഇവിടെ എക്സും കാണുന്നുണ്ട്, സെഡും കാണുന്നുണ്ട്. ഇനി രണ്ടാമത്തെ നോക്കൂ, ഇറ്റ് ഈസ് എ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾസ് അല്ലേ? കാരണം എന്താണ്? നമുക്കിവിടെ എക്സും കാണാം, സെഡും കാണാം, ഇവിടെ വൈയും കാണാം, എക്സും കാണാം. പക്ഷെ ഇവിടെ നോക്കൂ, മൂന്നാമത്തേതിൽ എന്താണ് സംഭവിക്കുന്നത്? ടി എന്ന് പറയുന്ന വേരിയബിൾസ് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേരിയബിൾസ് ഏതുമാകാം, എക്സ് ആകാം, വൈ ആകാം, എ ആകാം, ബി ആകാം, എസ് ആകാം, ടി ആകാം, ഏതുമാകാം. അത് ഏതുമായാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് 2 വേരിയബിളുള്ള ലീനിയർ ഇക്വേഷൻ അല്ല, ഇത് രണ്ടും 2 വേരിയബിൾസിലുള്ള ലീനിയർ ഇക്വേഷൻസ് ആണ്. അങ്ങനെയാണ് ഇതിലെ നമ്മൾ പ്രോബ്ലംസ് ഏതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? തിരിച്ചറിയേണ്ടത്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ലല്ലോ, നമ്മൾ എന്ത് ചെയ്യണം? പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. വേണ്ടേ? പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നറിയണം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കൂ, ഇവിടെ എന്താണ്? സോൾവ് ദ ഇക്വേഷൻ 2 × x + 3 is equal to 3 × 2x - 7. ഈ എക്സും വൈയും വരുമ്പോൾ തന്നെ ചില ആളുകൾക്ക് ഒരു ടെൻഷനാണ് അല്ലേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് അതിൻ്റെ പ്രൊസീജിയർ മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് മനസ്സിലാക്കിയാൽ, ആ ഒരു കൺസെപ്റ്റ് കിട്ടിയാൽ പിന്നെ വളരെ ഈസിയാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. നോക്കൂ, ഇവിടെ 2 × x + 3 is equal to 3 × 2x + 7. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കൂ, 2 × x + 3 ആണ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ബ്രാക്കറ്റിലുള്ള x + 3 എന്നതിനെ കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഇവിടെയോ ബ്രാക്കറ്റിലുള്ള 2x - 7 എന്നതിനെ കൊണ്ട് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഈ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യുമെന്നാണ് പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉള്ളത്. വളരെ ഈസിയാണ്. ഈ പറയുന്ന 2നെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ സൈന് പോസിറ്റീവ് ആണല്ലോ, പോസിറ്റീവ് സൈൻ ഇടുക. ഇനി ഈ 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പ്രോസസ്സ് കംപ്ലീറ്റ്. ഇവിടുത്തെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ 3നെ 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് മൈനസ് സൈൻ ഇട്ടിട്ട് 3 × 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. വളരെ ഈസി. ഇത്രയുള്ള പ്രോസസ്സ്. അപ്പം നോക്കൂ, 2 × x, 2നെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × x, 2നെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 × x എന്ന് പറഞ്ഞാൽ അത് 2x ആണ് അല്ലേ? പ്ലസ് സൈൻ ഇട്ടു. 2 × 3 എന്ന് പറഞ്ഞാൽ 2 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? അത് 6 ആണ് അല്ലേ? 6 ആണ്. അപ്പം നമുക്കത് 6 കിട്ടി, 6 കിട്ടി. ഈക്വൽ ടു ഇവിടെ എന്താണ്? 3 × 2x ആണ്. 3 × 2 മക്കളെ, 3 × 2x എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 3 × 2x, 3 × 2 6 ആണ് അല്ലേ? പിന്നെ ഒരു എക്സും കൂടി ഉള്ളത് കൊണ്ട് 3 × 2x എന്ന് പറയുമ്പോൾ അത് എത്രയാണ്? 6x ആയിട്ട് മാറി. വളരെ ഈസി. പിന്നെ 3 × -7 ആണ്. 3 × 7 അല്ലെങ്കിൽ മൈനസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 3 × 7 എത്രയാണ്? 3 21 അല്ലേ? -21. ആൻസർ കിട്ടിയല്ലോ. ഇത് കിട്ടി നമുക്ക് ഒരു ഭാഗം ക്ലിയർ ആയി. 2x, ഈ പറയുന്ന 2 × x + 3 is equal to
3 ഇൻറ്റു 2x പ്ലസ് -7 എന്നതിന് നമ്മൾ എന്ത് ചെയ്തു 2x പ്ലസ് 6 ഈസിക്കൽ ടു 6x മൈനസ് 21 എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തു എത്തിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിനെ എനിക്ക് മൊത്തത്തിലൊന്ന് മാറ്റണം. മൊത്തത്തിൽ മാറ്റാൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ എക്സിനൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു, എക്സിനൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഇവിടെ ഈ -21 ഇല്ല, കുറെ കൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഈ -27 അങ്ങോട്ടും കൊണ്ടുപോയി ഈ +6 ഞാൻ ഇങ്ങോട്ടും കൊണ്ടുവന്നു. -21 അങ്ങോട്ട് കൊണ്ടുപോയി +6 ഇങ്ങോട്ട് കൊണ്ടുപോയി. എന്താണ് അതിൻ്റെ ഗുണം? സോറി, നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാം അല്ലെ. മറ്റൊരു രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മാറുന്നു. ഈ പറയുന്ന ഞാൻ ഇതിനെ ഒന്ന് മൊത്തത്തിൽ ഒഴിവാക്കുകയാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയത് അല്ലെ. 2x പ്ലസ് 6 ഈസിക്കൽ ടു 6x മൈനസ് 21 അല്ലെ. ഇതിനെ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അതായത് 6x മൈനസ് 21 ഈസിക്കൽ ടു 2x പ്ലസ് 6 എന്നാക്കി, 2x പ്ലസ് 6 എന്നാക്കി. ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് വല്ല ദോഷമുണ്ടോ? ഒരു പ്രശ്നമില്ല മക്കളെ. എന്തുകൊണ്ടാണ് നോക്കൂ, നമ്മൾ സാധാരണ 2 പ്ലസ് 3 ഈസിക്കൽ ടു 4 പ്ലസ് 1 എന്ന് എഴുതി. ഓക്കെ, ഇത് തിരിച്ചെഴുതിയാലും വല്ല മാറ്റവും വരുമോ? 2 പ്ലസ് 3 ഒരു മാറ്റവും വരില്ല. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ചെയ്ത് ഈ ഇക്വേഷൻ എന്ത് ചെയ്തു, ഇവിടെ ഉള്ളതിന് അങ്ങോട്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ 6x മൈനസ് 21 ഈസിക്കൽ ടു 2x പ്ലസ് 6 എന്നാക്കി അല്ലേ. എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അതുകൂടി മനസ്സിലാക്കണമല്ലോ. ഈ 6x ഇവിടെ 2x ആണുള്ളത്. അപ്പൊ 6x നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇനി എന്ത് ചെയ്യണം, ഇവിടെ ഒരു എക്സ് ഉള്ള ടേം ഉണ്ട്, ഇവിടെ എക്സ് ഉള്ള ടേം ഉണ്ട്, ഇവിടെ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്, ഇവിടെയും ഒരു ന്യൂമറിക്കൽ വാല്യൂ. എനിക്ക് എക്സിനൊക്കെ ഒരു സൈഡ് കിട്ടണം, അതുപോലെ ന്യൂമറിക്കൽ വാല്യൂസിനൊക്കെ മറുവശത്തും കിട്ടണം. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെയുള്ള 2x ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഇവിടെയുള്ള -21 അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ ഇവിടെ ഓൾറെഡി ഉള്ള 6x അത് അതുപോലെ തന്നെ വെച്ചു, ഒരു മാറ്റവും ഇല്ല. ഈ 2x ഞാൻ എന്ത് ചെയ്തു, ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ 2x പ്ലസ് 2x ആയപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ അതെന്തായി, -2x ആയി. അവന്റെ സൈന് മാറി, അവന്റെ വാല്യൂ മാറി. ഇനി ഇവിടെ ഓൾറെഡി ഉള്ള 6 നമ്മൾ അതുപോലെ തന്നെ എഴുതി. ഇനി -21 അങ്ങോട്ട് കൊണ്ടുപോകണമല്ലോ. ഈ -21 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും, മൈനസ് മാറി പ്ലസ് ആകുന്നു, +21 ആകും. അപ്പൊ 6x മൈനസ് 2x എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു, 4x വരുന്നു. 6x 6x 2x കുറച്ചാൽ നമുക്ക് 4x കിട്ടും. 6 + 21 എന്ന് പറഞ്ഞാൽ 27 ആണ്. ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് വാല്യൂ അല്ലേ. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് എക്സ് അല്ലേ കിട്ടേണ്ടത്, എക്സിന്റെ വാല്യൂ അല്ലേ കിട്ടേണ്ടത്. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു ഈ 4 അങ്ങോട്ട് കൊണ്ടുപോകും. ഈ 4 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് 4 ഇൻറ്റു എക്സ് എന്നാണ്. അതായത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. ഈ 4 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആവും. എന്ന് വെച്ചാൽ അവിടെ ഡിവിഷൻ നടക്കും, ഹരിക്കലാകും. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു ഓൾറെഡി ഉള്ള 27, ഈ 4 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഹരിക്കണം എന്നാകും. ഇതാണ് അതിന്റെ ഫൈനൽ ആൻസർ. കാരണം ഇതിനെ വീണ്ടും ചെറുതാക്കിയാൽ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, ഡെസിമൽ പോയിന്റ് ആയിരിക്കും കിട്ടുക. അതിന്റെ ആവശ്യമില്ല. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 27/4 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇങ്ങനത്തെ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ലീനിയർ ഇക്വേഷൻസിന്റെ കേസിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു പ്രോബ്ലം കൂടി നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അതും ചെയ്യാനായിട്ട് സാധിക്കും. നോക്കൂ, 3x മൈനസ് 5 ഈക്വൽ ടു x പ്ലസ് 3 എന്നുള്ള നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. വളരെ ഈസിയാണ്, നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മെത്തേഡ് എന്ത് ചെയ്യുന്നു, 3x മൈനസ് 5 ഈക്വൽ ടു x പ്ലസ് 3. രണ്ട് സൈഡിലും എന്ത് കാണാം, എനിക്ക് എക്സിന്റെ വാല്യൂ കാണാം അല്ലേ, എക്സ് കാണാം, അതുപോലെ തന്നെ ന്യൂമറിക്കൽ വാല്യൂസ് കാണാം. എനിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സിനെ എല്ലാം ഒരു വശത്ത് കിട്ടണം, ന്യൂമറിക്കൽ വാല്യൂസിനെ മറുവശത്തും കിട്ടണം. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഉള്ള എക്സിനെ ഇങ്ങോട്ട് എത്തിക്കണം. അപ്പോൾ ഇവിടെ ഉള്ള -5 ഞാൻ അങ്ങോട്ട് എത്തിക്കണം. അവ എന്ത് ചെയ്യുന്നു, 3x ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഈ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്.
അതിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? മൈനസ് ആയിട്ട് മാറുന്നു. അപ്പൊ 3x - x = ഓൾറെഡി ഇവിടെ ഒരു 3 ഉണ്ട്. അതിൻ്റെ കൂടെ ഇവിടെയുള്ള -5നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഇവിടെയുള്ള -5നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ -5 അങ്ങോട്ട് എത്തുമ്പോൾ +5 ആയിട്ട് മാറുന്നു അല്ലേ? അപ്പൊ 3x നിന്ന് ഒരു x കുറച്ചാൽ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? അത് 2x ആണ് കിട്ടുന്നത്. എത്രയാണ്? 2x കിട്ടുന്നു. അപ്പൊ 2x കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 8 കിട്ടി. 2x = 8 അല്ലേ? 2x എന്ന് പറയുന്നത് 8 ആണ്. നമുക്ക് കാണേണ്ടത് എക്സിന്റെ വാല്യൂ ആണല്ലോ. അപ്പൊ ഇവിടെ ഉള്ള 2നെ അങ്ങോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്ത് സംഭവിക്കുന്നു? ഈ 2 എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറുന്നു. അപ്പൊ x = 8/2. 8/2 മക്കളെ, 8/2 എന്ന് പറഞ്ഞാൽ 8/2 എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ 4 അല്ലേ? അപ്പൊ x = 4. നമുക്ക് ഈ തന്ന പ്രോബ്ലത്തിൽ നിന്ന് ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് എക്സിന്റെ വാല്യൂ എത്ര കിട്ടുന്നു? 4 കിട്ടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ ഏതിൽ പ്രതീക്ഷിക്കാം? ഈ പറയുന്ന ലീനിയർ ഇക്വേഷനിൽ പ്രതീക്ഷിക്കാം. ഇനി ഇതിന് പുറമെ നമ്മൾ മറ്റു ചില ഭാഗങ്ങൾ കൂടി കവർ ചെയ്യേണ്ടതുണ്ട്. ആ ഭാഗങ്ങളിലേക്കാണ് ഇനി നമ്മൾ കിടക്കുന്നത്. ലീനിയർ ഇക്വേഷന്റെ ശേഷം നമുക്ക് പറയാനുള്ള മറ്റൊരു ഭാഗമാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. പൊതുവെ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഭാഗമായിട്ടാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പറയാനുള്ളത്. പക്ഷെ വളരെ ഈസി ആയിട്ട് 2 കാര്യങ്ങൾ പഠിച്ചാൽ, ഒന്ന് അതിൻ്റെ ജനറൽ ഫോമും പിന്നെ അതിൻ്റെ ക്വാഡ്രാറ്റിക് ഫോർമുലയും പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. നമുക്കത് എങ്ങനെ വരുന്നു എന്ന് നോക്കാം. എന്താണ് അതിൻ്റെ ജനറൽ ഫോമും ക്വാഡ്രാറ്റിക് ഫോർമുലയും ഒന്ന് ഓർത്തു വെക്കുക എന്ന് മാത്രമാണ്. നോക്കൂ, x² + bx + c = 0. x² + bx + c = 0. ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ a ഉണ്ടായിരിക്കും, b ഉണ്ടായിരിക്കും, c ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഇതിലെ എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ റൂട്ട് കാണാനുള്ള ഇക്വേഷൻ, റൂട്ട് എന്ന് പറയുന്നത് സൊല്യൂഷൻ, എക്സിന്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, അതിന്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് x = -b ± √b² - 4ac / 2a എന്നാണ്. അപ്പൊ ± എന്ന് പറയുന്നത് കൊണ്ട് പ്ലസും വരാം മൈനസും വരാം. ആ 2 ഫോർമുലകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. -b ± √b² - 4ac / 2a എന്ന് പറയും. പക്ഷെ നമുക്ക് ഇതല്ല വേണ്ടത് അല്ലെ? നമുക്ക് വേണ്ടത് ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് 2-3 പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെ ഇത് സോൾവ് ചെയ്യാം എന്നുള്ളത്. നമുക്ക് ആദ്യം ഈ ഒരു ഇക്വേഷൻ നോക്കാം. ഈ ഇക്വേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? സോൾവ് ദ ഇക്വേഷൻ x - 4 = x - 4 × x + 3 = 0 എന്ന്. ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? ഈ x - 4നെയും x + 3നെയും എന്ത് ചെയ്യണം? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 0 കിട്ടുന്നു എന്നാണ്. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണമെങ്കിൽ ശ്രദ്ധിക്കണം, 2 വാല്യൂസിനെ, 2 നമ്പറുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടണമെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് 0 ആയിരിക്കണം. പ്രത്യേകം ഓർത്ത് വെക്കുക, 2 നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ആയിട്ട്, പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് 0 കിട്ടണമെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് 0 ആയിരിക്കണം. എന്ന് വെച്ചാൽ ഈ പറയുന്ന x - 4 × x + 3 എന്നാണ്. ഒന്നുകിൽ x - 4 0 ആയിരിക്കണം, അല്ലെങ്കിൽ x + 3 0 ആയിരിക്കണം. 2 ചാൻസും ഉണ്ട്, രണ്ടും വരാം അല്ലേ? ഇത് രണ്ടും വരാവുന്നത് കൊണ്ട് ഒന്നിൽ x - 4 0 ആയിരിക്കണം, അല്ലെങ്കിൽ x + 3 0 ആയിരിക്കണം. അപ്പൊ x - 4 0 ആണോ അല്ലെങ്കിൽ x + 3 0 ആണോ നോക്കുക. ഇനി ഇൻ കേസ് x - 4 ആണ് 0 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ x - 4 = 0, x = ഈ -4 അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പൊ -4 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +4 ആവും. x = +4. ഒന്നുകിൽ ഇത് വരാം, അല്ലെങ്കിൽ x + 3 ആണ് 0 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ x +3നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -3 ആയിരിക്കും. x = -3. ഇതും വരാം. ഇതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എക്സിന് 2 വാല്യൂവും വരാം. കാരണം +or- എന്നുള്ള ഇക്വേഷൻ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒന്നുകിൽ x + 4 0 ആകാം, അല്ലെങ്കിൽ x - 4 0 ആകാം, അല്ലെങ്കിൽ x - 3 0 ആകാം.
അങ്ങനെ വരുമ്പോൾ എക്സിന്റെ വാല്യൂ ഒന്നുകിൽ +4 വരാം അല്ലെങ്കിൽ -3 വരാം. 2-1 വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടി ഒന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു പ്രോബ്ലത്തിൽ എന്താണ് വരുന്നത്? സാധാരണ വരുന്ന ചില ഒരു ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ തോന്നും. പക്ഷെ ഒന്നുമില്ല എന്ന് പറയാൻ കാരണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. അതൊന്ന് ഓർത്തു നോക്കിയാൽ മതി. എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു പ്രോബ്ലം x² + 2x + 1 = 0. ഇത് നമ്മുടെ ജനറൽ ഫോർമുല ആയിട്ട് നമുക്ക് പരിഗണിക്കാം. പക്ഷേ അല്ലേ, ആ ഒരു ഫോർമുല ആയിട്ട് നമുക്ക് പരിഗണിക്കാം. പക്ഷേ ഈ പറയുന്ന ഇക്വേഷൻ ഏതിൻ്റെങ്കിലും എക്സ്പാൻഷൻ ആണോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. x + 1² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x + 1² എന്ന് പറഞ്ഞാൽ a + b² അല്ലേ? അപ്പൊ a + b² വരുമ്പോൾ ഇവിടെ x² + 1² + 2x ഇങ്ങനെയല്ലേ കിട്ടുന്നത് അല്ലേ? ഇത് തന്നെയല്ലേ ഇവിടെയും പറയുന്നത്? x² + 2x + 1² 1² എന്ന് പറഞ്ഞാൽ എന്താണ്? x² + 2x + 1 ഇത് തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും? x + 1ന്റെ എക്സ്പാൻഷൻ ആണിത്. അപ്പൊ ഇതിനെ നമുക്ക് ഈ പറയുന്നതിന് നമുക്ക് എന്ത് ചെയ്താം? വളരെ സിമ്പിൾ ആയിട്ട് x + 1² എന്ന് എഴുതാം. ഇതിൽ കൂടെ x + 1² = 0 ആണെങ്കിൽ എന്തായിരിക്കും? x + 1ഉം എന്തായിരിക്കും? 0 ആയിരിക്കും. x + 1ഉം 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ x എത്രയായിരിക്കും? x + 1 0 ആണെങ്കിൽ x = -1. x = -1. വളരെ ഈസി ആയിട്ട് ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ ഐഡന്റിറ്റിയിലേക്ക് കണക്ട് ചെയ്യുക. അതായത് ഈ പറയുന്ന എക്സ്പാൻഷൻ ഇതിലേക്ക് മാറ്റി. അങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് കിട്ടും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇത് വരുന്നത് എന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. റൂട്ട്സ് എന്ന് പറയുന്ന അതിന്റെ ഇക്വേഷൻ സൊല്യൂഷൻസ് ആണ് പറയാൻ. ഏതാണ് ഇക്വേഷൻ? 6x² - 19x + 15 = 0. ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും അല്ലേ? പക്ഷെ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യണം. എന്താണ് ക്വാഡ്രാറ്റിക് ഫോർമുല? നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല എന്തായിരുന്നു? x = -b ± √b² - 4ac / 2a എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇക്വേഷനിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ a ഏതാണ്, b ഏതാണ്, c ഏതാണ്. കാരണം നമുക്കറിയാം നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് ax² + bx + c = 0 എന്ന് അല്ലേ? ax² + bx + c = 0 എന്നാണ് അല്ലേ? ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഇതിൽ a എന്താണ്? 6x² എന്ന് പറയുമ്പോൾ a എന്ന് പറയുന്നത് 6 ആയിട്ട് മാറുന്നു. +bx എന്നാണ്. അപ്പോൾ +bx എന്ന് പറയുമ്പോൾ ഇവിടെ ഈ +b എന്ന് പറയുന്നത് -90 ആയിട്ട് മാറും. അപ്പോൾ b എന്ന് പറയുന്നത് എന്തായിരിക്കും? -19. b എന്ന് പറയുന്നത് -19. c എത്രയാണ്? 15 ആണ്. ഇത് മൂന്ന് നമുക്ക് കിട്ടി. a കിട്ടി, b കിട്ടി, c കിട്ടി. എയും ബിയും സിയും കിട്ടിയാൽ നമുക്ക് പ്രോബ്ലം ചെയ്തു തുടങ്ങാം. പക്ഷേ ഒന്നുകൂടി എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? b² - 4ac എന്ന് പറയുന്നത് ഇതിനാദ്യം കണ്ടെത്തുന്നു. അതിനാദ്യം കണ്ടെത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിൻ്റെ എന്ത് കണ്ടെത്താം? അതിൻ്റെ റൂട്ട് കണ്ടെത്താം. അപ്പൊ b² - 4ac. അപ്പൊ b² എന്ന് പറയുന്നത് -19ന്റെ സ്ക്വയർ ആണ്. -19ന്റെ സ്ക്വയർ ആണ്. -19ന്റെ സ്ക്വയർ -4 × a × c. 4 × a എത്രയാണ്? 6 ആണ്. c എത്രയാണ്? 15 ആണ്. അപ്പോൾ -19ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 361 ആണ്. 361 ആണ്. -4 × a എത്രയാണ്? 6 ആണ്. c എത്രയാണ്? 15 ആണ്.
4 ഇൻറ്റു 6 എത്രയാണ്? 24ആണ്. 24 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ 360 വരും. അപ്പൊ 361 മൈനസ് 360 എത്രയാണ്? ആൻസർ 1 ആണ് കിട്ടുന്നത്. അപ്പൊ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് 1 കിട്ടി. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാലോ. എന്ത് ചെയ്യുന്നു? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി. മൈനസ് ബിയുടെ പകരം മൈനസ് ഓഫ് ബി എത്രയാണ്? -19 ആണ്. അപ്പൊ -19 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എത്ര വരുന്നു? റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് 1 ആയിട്ട് നമുക്ക് കിട്ടി. ബൈ 2 ഇൻറ്റു എ എത്രയാണ്? 6 ആണ് അല്ലേ? എത്രയാണ്? 6 കിട്ടി. അങ്ങനെയാണെങ്കിൽ -19ഉം മൈനസും കൂടി കൂട്ടിയാൽ 19 ആയി. പ്ലസ് ഓർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 12. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഉണ്ട്. 2 വാല്യൂസ് ഇവിടെ വരാം. 19 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 12ഉം വരാം. 19 മൈനസ് 1 ഡിവൈഡഡ് ബൈ 12ഉം വരാം. അങ്ങനെ ആകുമ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. എങ്ങനെ വരുന്നു? 19 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 12 എന്ന് വെച്ചാൽ 20 ഡിവൈഡഡ് ബൈ 12 എന്ന് വരുന്നു അല്ലേ? ഇനി മറ്റൊന്ന് എന്താണ്? 19 മൈനസ് 1 ബൈ 12 എന്ന് വരുന്നു എന്ന് വെച്ചാൽ 18 ബൈ 12 എന്ന് വരും. ഈ 2 വാല്യൂസും വരാം. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ചെയ്തത്? നമ്മുടെ ഈ ഒരു പറയുന്ന പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നു? നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു അല്ലേ? വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യുക എന്നുള്ള ഇത്രേ കാര്യമുള്ളൂ. അതിൽ നിന്നും ജനറൽ ഫോം കണ്ടെത്തുക, അതിൽ എ കണ്ടെത്തുക, ബി കണ്ടെത്തുക, സി കണ്ടെത്തുക, അതിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ഇത് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് കഴിഞ്ഞു? നമ്മുടെ ഈ പറയുന്ന പ്രോബ്ലം അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോബ്ലം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈസി ആയിട്ട് അതിൻ്റെ ആൻസർ കിട്ടും അല്ലേ? കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ എക്സിൻ്റെ വാല്യൂ 2 വാല്യൂസും കിട്ടി അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന പ്രോബ്ലംസ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ പറയുന്ന ഭാഗങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലെ മാത്സിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. പക്ഷെ ഇതോടുകൂടി തീരുന്നില്ല. കാരണം നമ്മൾ ഇനിയും മുന്നോട്ട് നമ്മൾ ഇനിയും കാണാനുള്ളതാണ്. നിങ്ങളുടെ വിജയം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങളെ വിജയിപ്പിച്ചെടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മൾ ഇനിയും കാണുന്നു. മാത്സിലെ വളരെ പ്രധാനപ്പെട്ട അടുത്ത ലെവൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ ഇനിയും കാണുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താൽക്കാലികമായിട്ടൊരു ഷോർട്ട് ബ്രേക്ക്. താങ്ക് യു. ബൈ.